പത്രോസിൻ്റെ അമ്മായിയമ്മ അവിടെ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. ഈശോ സൗഖ്യപ്പെടുത്തി, അവളെ എഴുന്നേറ്റ് ശുശ്രൂഷിച്ചു. ദൈവരാജ്യത്തിൻ്റെ ഒരു വരവ് അവിടെയുണ്ട്. ഈശോ പറഞ്ഞു, ദൈവാത്മാവിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവരാജ്യം വരിക എപ്പോഴാ? ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ നടക്കുമ്പോൾ. അപ്പോൾ ഈ സൗഖ്യം എന്ന് വെച്ചാൽ അതൊരു വിടുതലാണ്. ഈ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന സൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങളും അതിൻ്റെ ലോജിക്ക് എന്താണ്? എന്തെങ്കിലും ഷോ ഓഫ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഞാൻ വലിയ ആളാണെന്ന് കാണിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്ഭുതം നടന്ന് കാണാനുള്ള ഒരു ത്രില്ല്, അതാണോ? ഈശോയുടെ ലോജിക്ക് ഉണ്ടോ? എന്തിനാ അത്ഭുതം പ്രവർത്തിച്ചേ? എന്തിനാ സൗഖ്യം? ദൈവരാജ്യം വരണം. അതുകൊണ്ടാണ് എല്ലാവരും സുഖപ്പെടുത്തിയില്ല. വെറുതെ എല്ലാവരും നടന്ന് സുഖപ്പെടുത്തിയിട്ട് ദൈവരാജ്യം വരുന്നില്ലെങ്കിൽ എന്താ ഉപകാരം അല്ലേ? ഒരു ലോജിക്കിന്ന് വേറെ ലോജിക്ക് വന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മുടെ ഒരു ജീവിത സാഹചര്യം. ഇതിപ്പോൾ ഒരു അത്ഭുതത്തിന്റെ കാര്യമാണ്. അപ്പൊ നമ്മള് ചില നല്ല പ്രവൃത്തികൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ അതൊക്കെ ചിന്തിക്കണം. ഈ നന്മ ഞാൻ ചെയ്യുമ്പോൾ അത് ഇവിടെ ദൈവരാജ്യം വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ നന്മ ഞാൻ ചെയ്യുമ്പോൾ എനിക്കാണോ മഹത്വം വരുന്നത്? അപ്പൊ അത് ഞാൻ മഹത്വം എങ്ങോട്ടാ പോണേ? മഹത്വം എങ്ങോട്ടേ പോണത്? സെയിന്റ് മാത്യു ചാപ്റ്റർ 7 സേക്രഡ് വേഴ്സ് 5, 7-ാം അധ്യായം 5-ാം തിരുവാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, കപട നാട്ടിക്കാര, ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടി കഷ്ണം എടുത്തു മാറ്റുക, അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ നിനക്ക് കാഴ്ച തെളിയും. ഇന്ന് കോളേജ് പിള്ളേരുടെ ഇടയിലും യങ്സ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ഒരു സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കളിയാക്കുക, മറ്റാരെ കളിയാക്കുക, അവരുടെ കുറവുകൾ പറഞ്ഞ് ചിരിക്കുക. ഒരു ഗ്രൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ തമാശ പോലെ അവരുടെ കുറവുകളെ പറയാം. അത് നേരത്തെ തമാശ എന്ന് പറഞ്ഞ കാര്യം അല്ല, അത് വേറെ. അപ്പൊ ഇവിടെ ഈശോയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയും, ഈശോയുടെ ഒരു ലോജിക്ക് ഇവിടെ കൃത്യമാണ്. നമുക്ക് കണ്ടാലറിയാം, ഇത് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. ആദ്യം സ്വന്തം കണ്ണിൽ നിന്ന് തടി കഷ്ണം എടുത്ത് മാറ്റണം, അപ്പോഴാണ് സഹോദരന്റെ കണ്ണിലെ കരടെടുത്ത് കളയാൻ പറ്റുക. എന്റെ കണ്ണിൽ ഒരു തടി കഷ്ണം ഇരുന്ന എങ്ങനെ ഞാൻ മറ്റൊരാളുടെ കുറവ് കാണാൻ പറ്റും? അപ്പൊ അതിന് അതെടുത്ത് കളയണം. അതൊരു സിമ്പിൾ ലോജിക്കാ. എന്റെ കണ്ണാദ്യം നല്ലതായാലല്ലേ മറ്റൊരാളെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ ലോജിക്ക് ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് കണ്ണിൽ വലിയൊരു സാധനം ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കാണണത് കറക്റ്റായിന്ന് വരില്ല. മറ്റൊരാളുടെ ഇതിൽ ചിലപ്പോൾ കരടായിരിക്കും. നമ്മൾ ഈ തടി കഷ്ണം വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ ഈ തടി കഷ്ണം ഇരുന്നാൽ അവിടെ എന്തോ വലിയ സാധനം പോലെ തോന്നും. അവിടെയല്ല തടി കഷ്ണം, എൻ്റെ കണ്ണില്ല അല്ലേ? അപ്പം നമ്മൾ ഇതെന്ത് ഇവിടെ ആകെ പ്രശ്നം? അവിടെ ആയിരിക്കില്ല പ്രശ്നം. എൻ്റെ കണ്ണിൽ തടി കഷ്ണം ഇരുന്നിട്ട് ആ തടി കഷ്ണം ഇരിക്കണായിരുന്നു കാണാൻ പറ്റില്ല. അപ്പം ലോജിക്ക് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ, ഒരാളെ കുറ്റം പറയുമ്പോൾ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ആറ്റിറ്റ്യൂഡ്, ഈശോയുടെ ആറ്റിറ്റ്യൂഡ്, എന്റെ കണ്ണിൽ ഞാൻ അത്ര നല്ലതൊന്നുമല്ല, എന്റെ അത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ വരണ്ടേ? ആൾക്കാർ ഈ പ്ലഷറിന്റെ പിന്നാലെ പോവാ. ഇങ്ങനെ കറക്റ്റ് ചെയ്യാനൊന്നും ആർക്കും താല്പര്യമില്ല. ഈ തടിക്കഷണ കരട അതങ്ങനെ, അതായത് അതാണ് ഈ ഒരു നല്ല വാല്യൂസിൻ്റെ ഒരു സിസ്റ്റം വേണം എന്ന് തന്നെ ഇല്ല. അപ്പോൾ ഈശോയുടെ ഒരു അധ്യാപന രീതി, ഈശോ പഠിപ്പിക്കുന്ന രീതി, ഈശോ ഇങ്ങനെ തടി കഷ്ണം എടുത്ത് മാറ്റൂ, കരട് അങ്ങനെ പറഞ്ഞ് ആരും കേൾക്കില്ല എന്നറിയാം. വല്ലപ്പോഴാണ് ഈശോ അങ്ങനെ സ്ട്രേറ്റ് അങ്ങനെ പറയണേ. അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെ പറയണേ? തടി കഷ്ണം അന്യരെ വിധിക്കരുത് എന്നാണ് ചാപ്റ്ററിന്റെ ഹെഡിങ്. അതില് കുറച്ചധികം വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ വിധിക്കരുത്. അതാണ് പോയിന്റ്. ഒരാളോട് വിധിക്കരുതെന്ന് പറഞ്ഞ എന്തപ്പോ ചെയ്താലേ? അപ്പം ഈശോ പറഞ്ഞു, നീ വിധിച്ചാലേ ഒരു പ്രശ്നമുണ്ട് അവിടെ, നീയും വിധിക്കപ്പെടും. അപ്പോൾ കുറച്ചൊന്ന് ചിന്തിക്കുക, ഇത് നമുക്കിട്ട് പണിയാവുമല്ലോ. അപ്പം ഈശോ വിധിക്കരുത് എന്ന് പറഞ്ഞ നിർത്തില്ല, വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത്. അപ്പോൾ ഒന്ന് ചിന്തിക്കുക, ഞാൻ ഇന്ന രീതിയിൽ ഇവളെ വിധിച്ചാ ഞാനും അതുപോലെ വിധിക്കപ്പെടും. അപ്പോൾ ഈശോയുടെ ലോജിക്ക് ഇവിടെ എന്താ? അതായത് നമുക്ക് ഉപകാരമുണ്ട് എന്ന് കാണിച്ചു തരും. അപ്പം ഇന്നത്തെ ചെറുപ്പക്കാർക്കും കുട്ടികൾക്കൊക്കെ തോന്നണം, ഇന്നൊരു കാര്യം ചെയ്ത് എനിക്ക് എന്തെങ്കിലും ഉപകാരമുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്നത് കുറേ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചിട്ട് എന്ത് ഉപകാരം? അവർക്ക് ഒരു ഉപകാരം കാണാനില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ, നമ്മുടെ ആഗ്രഹമല്ല, നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഫലങ്ങൾ. അപ്പം നേരിട്ട് ചെന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മുണ്ടോണ്ടും അല്ലേ
ഇറിറ്റേഷൻ വരും. അപ്പം അതിന് ഈശോയുടെ ലോജിക്ക് അനുസരിച്ച് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തേ. ഇപ്പം നിങ്ങൾക്കൊരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ചെറുപ്പക്കാരീനെ പ്രാർത്ഥിപ്പിക്കണം എന്ന് ആഗ്രഹം, അല്ലെങ്കിൽ വിധിക്കരുതെന്ന് പറയാൻ ആഗ്രഹം. അതെങ്ങനെ പറയും? ഈശോയുടെ ലോജിക്ക് എന്താ? നേരിട്ട് ചെയ്യരുത്, ഉപദേശം ആർക്കും ഇഷ്ടമില്ല അല്ലേ? പിന്നെ സ്വയം തോന്നി ദൈവിക ജ്ഞാനം കൊണ്ടും ദൈവിക വിവേകം കൊണ്ടും നിറഞ്ഞിട്ട് അവരാണ് ഉപദേശം തേടുക. ബാക്കി ജ്ഞാനവും വിവേകം ഇല്ലാത്തൊരു ഉപദേശം തേടില്ല എന്ന് മാത്രമല്ല, ഇങ്ങോട്ട് വന്നാൽ നോ. അപ്പം എങ്ങനെ നിങ്ങൾ കയ്യിലെടുക്കും? പ്രാർത്ഥിക്കാൻ നിങ്ങളൊരാളോട് പറയാനുള്ള ഈശോയുടെ ലോജിക്ക് എന്താ? വേറെ എവിടെയെങ്കിലും ഈശോയുടെ ലോജിക്ക് ഉണ്ടല്ലോ? ഈശോ ആരെയെങ്കിലും പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ടോ? ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് സ്വർഗസ്ഥനായിട്ട് ശിഷ്യന്മാരെ അങ്ങോട്ട് ചെന്ന് ചോദിച്ചു ഈശോയോട്, എന്ത് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കോ? ഈശോ പറഞ്ഞു അവരോട് പ്രാർത്ഥിക്കാൻ. അത് ഇതിനൊരു കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്നത്, ഈശോ രാത്രിയുടെ സമയങ്ങളിൽ പിതാവിന്റെ അടുത്തേക്ക്, അതായത് മലമുകളിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കായിരുന്നു. അതിന്റെ ഫലം അവര് രാവിലെ ആ സമയങ്ങളിൽ രോഗശാന്തിയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അതിന്റെ ഫലം അവര് കാണാൻ പറ്റിയായിരുന്നു. ഓക്കെ, ഈശോ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം കണ്ടിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഈശോ പ്രാർത്ഥിച്ചു, ഇതിൻ്റെ ഫലം കൊണ്ടാണ് അത്. ഇതിപ്പോൾ 5 2 മീനും വർദ്ധിപ്പിച്ചപ്പോൾ അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല ഈശോയുടെ പ്രാർത്ഥന ഇതുകൊണ്ടാണ്. അവർ അത് കണ്ടുപിടിച്ചാൽ ഞാനല്ലേ കണ്ടുപിടിച്ചേ 5 2 മീൻ, അതുകൊണ്ടത് ഇതിൽ അങ്ങനെയും പറയും. പക്ഷെ എങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? ഈശോ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഹീസ് പ്രേയിങ്. അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അട്രാക്ഷനൊന്നും പ്രാർത്ഥനയോട്. പിന്നെ ഇത് ഒബ്സർവ് ചെയ്യുന്നവർക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈശോ പ്രാർത്ഥിക്കേണ്ടത് കാണാത്തവരുണ്ടാവും അല്ലേ? ഈശോ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീടുള്ള ഫലമല്ല, അപ്പം തന്നെ ഈശോയുടെ മുഖം. ഇപ്പം മോശ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി വന്നപ്പോൾ മോശയുടെ മുഖം പ്രശോഭിച്ചിരുന്നു. അപ്പം ഈശോ മലയുടെ മുകളിലേക്ക് പോകുന്നുണ്ട്, എന്തോ ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുകയാണ് എന്താണെന്നല്ല. തിരിച്ചു വരുമ്പോൾ ഒരു ഡിഫറൻസ് അവർക്ക് മനസ്സിലായിണ്ടാവും. അപ്പോൾ ഈശോ നേരിട്ട് പറയുന്നേക്കാളും പ്രാർത്ഥിച്ച് കാണിച്ചു കൊടുത്തു. എന്നിട്ട് വരുമ്പോൾ ഒന്നും കൂടി ഒരു പ്രകാശം ഈശോയ്ക്ക് അല്ലെങ്കിലേ പ്രകാശമുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ചെയ്യണ പണി ചെയ്താൽ നല്ലതാണല്ലോ. അവർക്ക് കൺവിക്ഷൻ കിട്ടണം.